കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു. പ്രഭാഷണം അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ഞാനൊരു പ്രഭാഷണമോ പ്രസംഗമോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലൊരു വിദേശി എന്നോട് കുറെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനുത്തരങ്ങളും നൽകി. അതിൽ നിന്നും 4 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളിൽ പലരും കേട്ട് കാണും. എങ്കിലും ഇത് ഞാൻ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സുകളിൽ ഈ ഉത്തരങ്ങൾ പതിയാൻ വേണ്ടിയാണ്. മാത്രമല്ല, സ്വയം നിങ്ങൾ ഈ ഉത്തരങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും നിങ്ങളുടേതായ ഉത്തരങ്ങൾ ഇതിനേക്കാൾ മനോഹരമായ അല്ലെങ്കിൽ അർത്ഥവത്തായ പ്രസക്തമായ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. കാരണം ഒരു ഉത്തരവും അവസാന വാക്കല്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ടത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിങ്ങൾ നടത്തുന്ന വലിയൊരു സംഭാവനയായിരിക്കും അത്. വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളും ആവർത്തിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സുകളിൽ പതിയാനാണ്. അപ്പോൾ ആ വിദേശി ചോദിച്ച 4 ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളിൽ ഞാൻ തിരഞ്ഞെടുത്ത 4 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, if Almighty Creator had created everything, then who had created the Creator? സൃഷ്ടാവായ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? ഇതിനുള്ള ഉത്തരങ്ങൾ അറിയാവുന്ന ആളുകളൊന്ന് കൈപൊക്കുക. ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു, എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം അറിയാവുന്നവർ കൈപൊക്കുക. രണ്ടാമത് ചോദിച്ചത്, how can God create or bring back man to life after he has turned to dust and ash? മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ദൈവത്തിന് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം അറിയാവുന്നവർ ഒന്ന് കൈപൊക്കുക. മൂന്നാമതായി ആ വ്യക്തി ചോദിച്ചത്, why should a person follow a particular scripture? Why can't individuals themselves choose between right and wrong, morality and immorality, righteous and sin, and lead a good life? എന്തിനാണ് ഒരു പ്രത്യേക മതഗ്രന്ഥത്തെയും അതിൻ്റെ നിയമങ്ങളെയും നാം പിൻപറ്റുന്നത്? നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ശരിയും തെറ്റുമെല്ലാം സ്വയം തീരുമാനിച്ച് നല്ല മനുഷ്യരായി ജീവിച്ചാൽ പോരെ? നാലാമതായി അയാൾ ചോദിച്ചത്, why should we pray and why should we go to a masjid? എന്തിനാണ് നാം നമസ്കരിക്കുന്നത്? എന്തിന് നാം മസ്ജിദിൽ പോകണം? അപ്പോൾ ആദ്യത്തെ ചോദ്യം, എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത്? നിങ്ങളിൽ പലരോടും അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഉത്തരമുണ്ട്, അള്ളാഹു എൻ്റെ ഉള്ളിലുണ്ട് എന്ന്, എല്ലായിടത്തുമുണ്ട് എന്ന്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും അവൻ്റെ കൽപ്പനകളും ഉള്ളിലുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അള്ളാഹു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങളെ തന്നെ അള്ളാഹു ആക്കുന്നതിന് തുല്യമാണ്. ഇത് സൂഫികൾക്കിടയിലുള്ള വികലമായൊരു വിശ്വാസമാണ്. അദ്വൈത സിദ്ധാന്തത്തിൽ നിന്നും സൂഫികൾക്ക് ലഭിച്ചതാണ്. പരമാത്മാവും ജീവാത്മാവും ഒന്ന് എന്ന കാഴ്ചപ്പാട്, സ്രഷ്ടാവും സൃഷ്ടികളും ഒന്ന് എന്ന കാഴ്ചപ്പാട്. അവർ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. സ്വർണവും ആഭരണവും, മണ്ണും മൺചട്ടിയും,
മണ്ണുകൊണ്ട് മൺചട്ടി ഉണ്ടാക്കുന്നു, ആ ചട്ടി പൊട്ടിയാൽ മണ്ണാകുന്നു. സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കുന്നു, ആഭരണം ഒരുക്കിയാൽ സ്വർണമാകുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ശരീരങ്ങൾ ഒരു ചട്ടി, അതിൻ്റെ ഉള്ളിൽ ദൈവം അല്ലാഹു. മരണത്തോടുകൂടി നമ്മുടെ ശരീരമാകുന്ന ചട്ടി നശിക്കുന്നു. ആത്മാവാകുന്ന അല്ലാഹു ദൈവം പരമാത്മാവിൽ ലയിക്കുന്നു. അതാണ് സ്രഷ്ടാവും സൃഷ്ടികളും ഒന്ന് എന്ന കാഴ്ചപ്പാട്. ഇതിനെതിരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സവിശിഷ്ടാദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം മുന്നോട്ട് വെച്ച ചിന്തകർ തന്നെ ഇതിനെതിരെ പല വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ദൈവമാണ് എങ്കിൽ ഹിറ്റ്ലറിനെ പോലെ കൊടും ക്രൂരതകൾ ചെയ്ത ആളുകളുടെയും മനസ്സിൽ ദൈവമല്ലേ? അതേ ദൈവം തന്നെയല്ലേ കുറെ നല്ല ആളുകളുടെ ഉള്ളിലിരുന്ന് നന്മയും ചെയ്യിപ്പിക്കുന്നത്? അപ്പോൾ ഒരു ദൈവം ഒരാളുടെ മനസ്സിലിരുന്ന് കൊടും ക്രൂരതകൾ ചെയ്യിപ്പിക്കുന്നു, അതേ ദൈവം തന്നെ മറ്റൊരാളുടെ ഉള്ളിലിരുന്ന് കൊടും ക്രൂരതകളും ചെയ്യിപ്പിക്കുന്നു. നന്മ ചെയ്യിപ്പിക്കുന്നതും ദൈവം, കൊടും ക്രൂരതകൾ ചെയ്യിപ്പിക്കുന്നതും ദൈവം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു പ്രപഞ്ചത്തിന് അതീതനാണ്. പ്രപഞ്ചത്തിന് അതീതനായ അള്ളാഹു നമ്മുടെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണെന്ന് ഖുർആൻ പറയാനുള്ള കാരണം അവനെല്ലാം അറിയാം. നമ്മുടെ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളെ കുറിച്ച് പോലും അള്ളാഹുവിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 112 അധ്യായം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്. നിങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലേക്കും നോക്കിക്കൊള്ളൂ. മനുഷ്യരെ പോലെ അനേകം മനുഷ്യർ, ജീവജാലങ്ങളെ പോലെ അനേകം നക്ഷത്രങ്ങളും ഗോളങ്ങളും അനേകം. യൂണിവേഴ്സ് എന്ന സിദ്ധാന്തം മാറിക്കൊണ്ട് എം തിയറി എല്ലാം പറയുന്നത് ഇതുപോലെ ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട് എന്നതാണ്. ഇനി നമ്മുടെ ശരീരം ശ്രദ്ധിച്ചോളൂ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ശ്രദ്ധിച്ചോ. അതിന്റെ അടിസ്ഥാനം എന്താണ്? ആറ്റം. പരമാണുവിന്റെ ഉള്ളിൽ നെഗറ്റീവായ ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവായ പ്രോട്ടോൺ ഉണ്ട്, കോർക്കുണ്ട്, ആന്റി കോർക്കുണ്ട്, വേവ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഒന്നും ഒന്നല്ല. ഇനി ഒരിക്കലും വിഭജിക്കപ്പെടാത്തൊരു വസ്തു കണ്ടെത്തി എന്ന് കരുതുക, അതുപോലെ കോടാനുകോടി വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ടാകും. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് ഏകൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആ അള്ളാഹു പ്രപഞ്ചത്തിന് പുറത്തുള്ളത്, അല്ലെങ്കിൽ അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിൽ ആ അനേക പ്രപഞ്ചങ്ങൾക്ക് പുറത്തുള്ളവനാണ് അള്ളാഹു. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതാണ്. പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ളതല്ല, പ്രപഞ്ചങ്ങൾക്കുള്ളിലുള്ളതല്ല. രണ്ടാമതായിട്ട് അല്ലാഹു സമദ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. നാം ദാഹം ശമിപ്പിക്കാനായിട്ട് ജലം കുടിക്കുന്നു, വിശപ്പടക്കാനായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഒരു വൃക്ഷം ഭൂമിയെ ആശ്രയിക്കുന്നു, നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം എല്ലാത്തിനെയും പലതിനെയും ആശ്രയിക്കുന്നു. ആശ്രയിക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവാണ്, പ്രപഞ്ചങ്ങൾക്ക് അപ്പുറമുള്ള സൃഷ്ടാവ് അള്ളാഹു. ഇത് രണ്ടാമതായി നാം മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ലം യലിദ് വലം യൂലദ്. അള്ളാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. എല്ലാ ജീവജാലങ്ങളും ജനിച്ചിട്ടുണ്ട്, അവർക്ക് സന്താനങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാമക്ക് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ജനിച്ചവനല്ല, പക്ഷെ സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതാണ്, ഒരു മാതാവിന്റെ ഉദരത്തിലാണ് പിറന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലവും അള്ളാഹുവായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അവസാനത്തതാണ് ഏറ്റവും മനോഹരം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെപ്പോലെ യാതൊന്നുമില്ല. നിങ്ങൾ എന്തും സങ്കല്പിച്ചു കൊള്ളുക, ആ സങ്കല്പങ്ങളുടെ ഉള്ളിലുള്ളതൊന്നുമല്ല അള്ളാഹു. എല്ലാ പ്രപഞ്ചങ്ങൾക്കും അതീതനായ അള്ളാഹുവാണ്. പ്രപഞ്ചങ്ങൾക്ക് അതീതനാണ് അള്ളാഹു. സ്വാഭാവികമായിട്ടും പ്രപഞ്ചങ്ങൾക്ക് അതീതനായ അള്ളാഹുവിനെ നാം എങ്ങനെ മനസ്സിലാക്കണം? അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ മനോഹരമായ ആ ശൈലി. പ്രപഞ്ചത്തിലേക്കും നെബുലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഗോളങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും സസ്യലതാദികളിലേക്കും അതിലെ സങ്കീർണതകളിലേക്കും ആവർത്തിച്ച് നമ്മെ ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിപ്പുകളിൽ നിന്നും സ്വന്തം ശരീരത്തിലെ ഘടനകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എങ്കിൽ നമ്മുടെ അന്വേഷണം ആരംഭിക്കേണ്ടത് എവിടെ നിന്ന്? പ്രപഞ്ചത്തെ സംബന്ധിച്ച്. പ്രപഞ്ചത്തെ അള്ളാഹുവാണോ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ യാദൃശ്ചികമായി ഉണ്ടായതാണോ?
എല്ലാവരും പണ്ട് വിശ്വസിച്ചിരുന്നത് സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിലാണ്. പ്രപഞ്ചത്തിന് ആരംഭമില്ല, അവസാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1929 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പൊട്ടുകളുള്ളൊരു ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ പൊട്ടുകൾ പരസ്പരം അകലുന്നത് പോലെ നെബുലകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും അദ്ദേഹം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്, പ്രപഞ്ചം വികസിക്കുന്നു. ഇതിനെ സംബന്ധിച്ചൊരു സൂചനയാണെന്ന് നമുക്ക് കരുതാം. വിശുദ്ധ ഖുർആനിൽ 51-ാം അധ്യായത്തിലെ 47-ാം വചനത്തിലുണ്ട്, പ്രപഞ്ചത്തെ നാം വികസിപ്പിക്കുകയും സൃഷ്ടിക്കുകയും വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിക്കുന്നു എന്നതിൽ നിന്നും ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്ന മറ്റൊരു നിഗമനമാണ് ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. നെബുലകളും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കാലത്തിലൂടെ പിറകോട്ട് പോയാൽ അവ അടുത്തടുത്തടുത്തടുത്തടുത്ത് ഒന്നായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ ഊഹിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞർ ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയപ്പോൾ ഇന്ന് പ്രബലമായൊരു സിദ്ധാന്തം, പണ്ടൊന്നുമില്ലായിരുന്നു, പിന്നീട് പ്രപഞ്ചത്തിന്റെ ഒരു ഭ്രൂണം നിലവിൽ വന്നു. പിന്നീട് ഒരു മഹാസ്ഫോടനത്തിലൂടെ പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളും പുറത്തു കടന്ന് ചീറ്റി ക്രമേണ തണുത്ത് നെബുലകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമായി തീർന്നു. ഇതാണ് ബിഗ് ബാങ് സിദ്ധാന്തം. അപ്പോൾ ബിഗ് ബാങ്, ഈ മഹാവിസ്ഫോടനം അള്ളാഹുവാണോ സൃഷ്ടിച്ചത്, യാദൃശ്ചികമായി ആണോ ഉണ്ടായത് എന്നാ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായത്തിലെ 30-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അന്നസ്സമാവാതി വൽ അർള കാനത റത്കൻ ഫഫതക്നാഹുമാ, ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു, നാം അതിനെ വേർപെടുത്തി. ഇത് ബിഗ് ബാങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ അള്ളാഹു പറയുന്നത് എന്താണ്? നമുക്ക് അനുമാനിക്കാനേ സാധിക്കുകയുള്ളൂ. ഏതായാലും അള്ളാഹു പറയുന്നത് എല്ലാം ഒന്നായിരുന്നു, നാം അതിനെ വേർപെടുത്തി. അപ്പോൾ അള്ളാഹു ആണോ വേർപെടുത്തിയത് ബിഗ് ബാങ്, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടുണ്ടായതാണോ? നാം പരിശോധിക്കണം. ഒരു പലചരക്ക് കടയിൽ ഒരു സ്ഫോടനം നടന്നാൽ എന്ത് സംഭവിക്കും? എല്ലാം ചിന്നിച്ചിതറിപ്പോകും, ഇല്ലേ? മറിച്ച് പഞ്ചസാര പോയി കൃത്യമായി പഞ്ചസാരയുടെ ചാക്കിലും, ഗോതമ്പ് പോയി കൃത്യമായി ഗോതമ്പിന്റെ ചാക്കിലും, ശർക്കര പോയിട്ട് കൃത്യമായി ശർക്കരയുടെ ചാക്കിലും വീണാൽ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ആ പലചരക്ക് കടയിൽ നടന്ന സ്ഫോടനത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രണം, വെൽ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ബിഗ് ബാങ് നടന്ന നിമിഷത്തിന്റെ അംശത്തിൽ തന്നെ രണ്ട് ശക്തികൾ തുല്യ പങ്ക് വഹിച്ചു. ഒന്ന് സ്ഫോടക ശക്തി, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ പുൾ, ആകർഷിക്കാനുള്ള ശക്തി. ഇത് രണ്ടും തുല്യമായ പങ്കാണ് വഹിച്ചത്. ഒരു ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ, ഉദാഹരണത്തിന് സ്ഫോടക ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം ചിന്നിച്ചെതറിപ്പോകും, പ്രപഞ്ചമുണ്ടാകില്ല. ആകർഷണ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലോ സ്ഫോടനം തന്നെ നടക്കില്ല. ഈ രണ്ട് ശക്തികളും തുല്യ പങ്ക്, ശാസ്ത്രജ്ഞർ പറയുന്നത് അവ തമ്മിലുള്ള ആ കൃത്യതയെ കോടാനുകോടി ഭാഗങ്ങളായി തിരിച്ചാൽ അതിൻ്റെ ഒരു അംശത്തിന്റെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചമുണ്ടാകില്ല. അപ്പോൾ ആ സ്ഫോടനം ആസൂത്രിതമായിരുന്നു. ആ സ്ഫോടനം നടന്ന ആ നിമിഷത്തിന്റെ അംശത്തിലാണ് ടൈം സ്പേസ് മാറ്റർ, സമയമുണ്ടാകുന്നത്, വ്യാപ്തി ഉണ്ടാകുന്നത്, പദാർത്ഥമുണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവസ്വവും ടൈം സ്പേസ് മാറ്ററിന്റെ ഉള്ളിലല്ലേ? നമ്മുടെ ശരീരം എന്താണ്? പദാർത്ഥമാണ്. സമയം, നമ്മുടെ സമയം എവിടെ നിന്ന് ആരംഭിച്ചു? മഹാവിസ്ഫോടന സമയത്ത്. സമയം സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ആരംഭമുണ്ട്, അവസാനമുണ്ട്, ഇല്ലേ? സമയം സൃഷ്ടിച്ച അള്ളാഹു സമയത്തിന് അതീതനാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമയം സൃഷ്ടിച്ച അള്ളാഹു സമയത്തിന് അതീതനാണ്. നമ്മുടെ എല്ലാം ശരീരം ആറ്റം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, പദാർത്ഥങ്ങളാണ്. പദാർത്ഥത്തെ സൃഷ്ടിച്ച അള്ളാഹു പദാർത്ഥത്തിന് അതീതനാണ്. വ്യാപ്തിയെ സൃഷ്ടിച്ച അള്ളാഹു വ്യാപ്തിക്ക് അതീതനാണ്. ടൈം സ്പേസ് മാറ്ററിന്റെ ഉള്ളിൽ നിന്നാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത്, എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ടൈം സൃഷ്ടിച്ച അള്ളാഹു ടൈമിന് അതീതനാണ്, മാറ്റർ സൃഷ്ടിച്ച അള്ളാഹു മാറ്ററിന് അതീതനാണ്, സ്പേസ് സൃഷ്ടിച്ച അള്ളാഹു സ്പേസിന് അതീതനാണ്. ഈ പരിധിയിൽ നിന്ന് നാം ചോദിക്കുന്ന ചോദ്യമാണത്. ഇതിനെല്ലാം അതീതനായ അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരു പ്രപഞ്ചമുണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും തീർത്തു വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ എല്ലാത്തിനും അതീതനായ അള്ളാഹുവിനെ എങ്ങനെയാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്?
നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങളുടെ വിരൽത്തുമ്പുകളിലേക്ക് നോക്കുന്നില്ലേ? എന്താ ഈ വിരൽത്തുമ്പുകളുടെ പ്രത്യേകത? ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവനാണ് ഞാൻ, നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുമെന്ന്. എന്താ വിരൽത്തുമ്പുകളുടെ പ്രത്യേകത? ഫിംഗർ പ്രിന്റ്സ് പറയും. നിങ്ങൾ ഇവിടുത്തെ ഒരു വാതില്, ഡോറ്, അതിൻ്റെ വിജാഗിരി കൃത്യമായിട്ട് ആ കൃത്യമായ സ്ഥലത്ത് ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാതിലടക്കാൻ പറ്റുമോ? ഇല്ല. വിരലുകളുടെ വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഒരു വിരൽ ഓരോന്നിനും നീള വ്യത്യാസമുണ്ട്. കൈ അടുത്തോട്ട് കൊണ്ടുവന്നുള്ളൂ, കൃത്യമായ ലൈനിൽ നിൽക്കും. എത്ര നൂറല്ല കോടിക്കണക്കിന് ഉദാഹരണങ്ങൾ. അവിടെയാണ് ഖുർആന്റെ മനോഹരമായ ശൈലി. പ്രപഞ്ചത്തിന് അതീതനായ സ്രഷ്ടാവിനെ നമ്മെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു. അങ്ങനെ നാം ചിന്തിച്ചാൽ സ്രഷ്ടാവിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ്. ആരെങ്കിലും നിങ്ങളോട് എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പരിമിതിയിൽ നിന്നാണ് നാം അത് മനസ്സിലാക്കുന്നത്. എല്ലാം സൃഷ്ടിച്ചത് സ്രഷ്ടാവാണെന്ന് ഉത്തരം പറയേണ്ടിയിരിക്കും. അങ്ങനെയുള്ള അള്ളാഹു മറ്റു ജീവജാലങ്ങളിൽ നിന്നും എന്തേ മനുഷ്യനെ മാത്രം വ്യത്യസ്തനായി സൃഷ്ടിച്ചത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എട്ടുകാലികൾ എങ്ങനെയാണോ വല നെയ്തത്, അതുപോലെ തന്നെ ഇന്നും വല നെയ്യുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടുന്നലുകൾ എങ്ങനെയാണോ കൂടുണ്ടാക്കിയത്, അതുപോലെ തന്നെ കൂടുണ്ടാക്കുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തിന് ഭൂമിയുടെ അടിയിൽ നിന്നും ഓയിൽ കണ്ടെത്തി പെട്രോളിയം പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൃഗത്തിന് നാം താമസിക്കുന്നത് പോലെ വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തേ മനുഷ്യന് മാത്രം ഈ പ്രത്യേകത? അവിടെയാണ് അള്ളാഹു പറയുന്നത്, അല്ലദീ ഖലഖൽ വൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചതാണ്. നിങ്ങൾ എന്തിന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നറിയാൻ. അള്ളാഹു ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനും നിങ്ങളും സൽക്കർമ്മം അനുഷ്ഠിക്കണോ? അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു എന്ന് കരുതിക്കൊണ്ട് നാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കണോ? ഒരാവശ്യമില്ല. അള്ളാഹു സൃഷ്ടിച്ചു, സന്തോഷം. നമുക്കെന്താ പ്രശ്നം? അള്ളാഹു അവിടെ ഇരുന്നോട്ടെ. എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാം എന്നുള്ള ചിന്തയല്ല ഉള്ളത് നമുക്ക്. പക്ഷെ അവിടെയാണ് വിശുദ്ധ ഖുർആൻ ആ ദൈവവിശ്വാസത്തിന് പൂർണ്ണത വരുത്തുന്നത്. ആ പൂർണ്ണത വരുത്തുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രസക്തി. മണ്ണും ചാരവുമായി തീർന്ന നിങ്ങളെ നാം വീണ്ടും പുനഃസൃഷ്ടിക്കും. അപ്പോൾ അള്ളാഹുവിന് നമ്മെ സൃഷ്ടിക്കാൻ കഴിയുമോ? നാം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മെ മരണാനന്തരം അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ചോദിക്കുക നിങ്ങളോട്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച്, പക്ഷെ മരണാനന്തരം അള്ളാഹുവിന് നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണോ? വേണ്ട, അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായത്തിലെ 23-ാം അധ്യായത്തിലെ 115-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്ന് കരുതുന്നുവോ? അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് വായിക്കണം. അതിൻ്റെ മനോഹരമായ ചില ശൈലികളുണ്ട്. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു എന്താ ചെയ്തത്? അവൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ട്, എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ കണ്ണ് കണ്ടില്ലേ, കാഴ്ച കണ്ടില്ലേ, ചിന്താശക്തി കണ്ടില്ലേ, ഇതൊക്കെ യാദൃച്ഛികമായി ഉണ്ടാകുമോ എന്ന് നമ്മളോട് ചോദിച്ചു, ഇല്ലേ? മരണാനന്തരം മണ്ണും ചാരവുമായി തീർന്ന് നമ്മെ വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറയുന്നിടത്തും അള്ളാഹു അത് തന്നെയാണ് ഉപയോഗിച്ചത്. അവൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്തത്. എന്നിട്ട് 22-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളെ നാം മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയതും വളർച്ചയെത്താത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് 7-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫിഹാ വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ കരുതുന്നുവോ? വെല്ലുവിളിയാണ് അള്ളാഹു നടത്തുന്നത്. നമ്മളോട് ചോദിക്കണത്, നിങ്ങൾ സംശയമല്ലോ ഉണ്ടോ? എന്നിട്ട് ഇതെങ്ങനെയാണെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ആ ഖുർആന്റെ വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. നിങ്ങളെ നാമാണ് ആദ്യമായി സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ക്യാമറ, ആ ക്യാമറ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന് മുൻപ് നൂറ്റാണ്ടുകളോളം മനുഷ്യര് നേടിയ അറിവ്,
ശാസ്ത്രവിജ്ഞാനവും കൈമാറി തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി ഒരു ഘട്ടത്തിലെത്തി ഒരാള് ഒരു ക്യാമറയെ സംബന്ധിച്ച് ആലോചിച്ച് അതിനെ സംബന്ധിച്ച് കുറെ ഗവേഷണം നടത്തും. എന്നിട്ട് അയാൾക്കത് വിജയിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിൽ നിന്ന് മറ്റൊരാളത് ഗവേഷണം നടത്തി അവസാനം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ക്യാമറ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ശാസ്ത്രജ്ഞ ഒരു ക്യാമറ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ക്യാമറ ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, പറ. ഒരു പ്രാവശ്യം ഒരു ക്യാമറ കണ്ടുപിടിച്ചു ഒരാളൊരു ക്യാമറ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചോദിക്കുക, ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞോ? ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച ശൈലി എന്താണ്? നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ, എന്നെയാണ് അള്ളാഹു പറയാണ്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം നമ്മുടെ കണ്ണുകളിലേക്കും കാഴ്ചശക്തിയിലേക്കും ഒന്ന് ചിന്തിച്ചാൽ മതി, തന്നെ ഉണ്ടാകില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇത് ബോധ്യപ്പെട്ട നമ്മുടെ മനസ്സിൽ സംശയമാണ്, ഈ മണ്ണും ചാരമായി തീർന്ന അള്ളാഹുവിന് നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമോ? അവിടെ അള്ളാഹു ഉപയോഗിച്ച ശൈലിയാണ്. നിങ്ങളെ നാമാണ് ആദ്യം സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഒരു പുരുഷൻ ശ്രവിക്കുന്ന കോടിക്കണക്കിന് ബീജങ്ങൾ അണ്ടത്തിൻ്റെ നേരെ കുതിക്കുന്നു. ഒരു ബീജം അണ്ടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അണ്ടം അതിൻ്റെ പുറന്തോട് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡം സൈഗോട്ട് വിഭജിച്ച് അടിസ്ഥാന കോശങ്ങൾ ഉണ്ടാകുന്ന സെല്ലുകൾ ഉണ്ടാകുന്നു. എല്ലാ അവയവങ്ങൾക്കും രൂപം നൽകുന്നത് ഈ അടിസ്ഥാന സെല്ലുകൾ തന്നെയാണ്. ഹൃദയമുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒരു സെല്ലിലുണ്ട്. കിഡ്നി ഉണ്ടാകാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സെല്ലുകളിലുണ്ട്. വ്യത്യസ്ത അവയവങ്ങൾ ഉണ്ടാകാനുള്ള സെല്ലുകളുടെ ഘടനകളിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും ഈ സെല്ലുകളിൽ സമാനമായി കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിനറിയാം, മാർഗനിർദ്ദേശങ്ങൾ, DNA-യുടെ ഉള്ളിൽ മാർഗനിർദ്ദേശങ്ങളായ ജീൻ. വിശുദ്ധ ഖുർആനിൽ 80-ാം അധ്യായത്തിലെ 19-ാം വചനത്തിൽ പറയുന്നുണ്ട്, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നിങ്ങളെ ഒരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും നാം അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ആ കണത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഖുർആന്റെ ശൈലി. നിങ്ങളെ ഒരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നാം നിങ്ങളെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതായത് ഹൃദയം ഉണ്ടാകാൻ ഉദ്ദേശിച്ച അടിസ്ഥാന സെല്ലിൽ കരളും കിഡ്നിയും എല്ലാം ഉണ്ടാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഹൃദയം ഉണ്ടാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നു. മറ്റെല്ലാ ഇൻഫർമേഷൻസും ഇന്നാക്റ്റീവായി ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ അത് ഹൃദയമാകുന്നു. കരളുണ്ടാകാൻ ഉദ്ദേശിച്ച അടിസ്ഥാന കോശത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ടാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും കരളുണ്ടാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നു, മറ്റതെല്ലാം ഉറങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് കരളായി തീരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ, ഈ കമാൻഡ്സ്, ഈ ഡയറക്ഷൻസ് അള്ളാഹു പറയുന്നത് ഞാനാണ് നൽകിയതെന്നാണ്. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന്, ഈ മാർഗനിർദ്ദേശങ്ങൾ? അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു കൊടുങ്കാറ്റ്, കാട്, ഡെൻസ് ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുഞ്ഞ്, 1 വയസ്സുള്ളൊരു കുഞ്ഞ്, ഒരൊറ്റ മനുഷ്യ കുഞ്ഞില്ല അവിടെ. ഈ കുഞ്ഞ് അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല, കൂട്ടക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല, വ്യാകരണം പഠിച്ചിട്ടില്ല. എന്നാൽ ചുറ്റുപാടും കോടിക്കണക്കിന് കടലാസ് പേപ്പറുകളുണ്ട്, ഷീറ്റ്സ്, ബ്ലാങ്ക് ഷീറ്റ്സ്, ലക്ഷക്കണക്കിന് പേനകളുമുണ്ട്. ഈ കൊച്ചുകുട്ടി കടലാസിലെടുത്ത് വരക്കാൻ തുടങ്ങി. 1 വയസ്സ് കഴിഞ്ഞ്, 2 വയസ്സ് കഴിഞ്ഞ്, 10 വയസ്സ് കഴിഞ്ഞ്, യുവാവായി, വൃദ്ധനായി, വരച്ചുകൊണ്ടേയിരിക്കുകയാണ്, കുത്തി വരക്കാൻ. അത് യാദൃശ്ചികമായി വാക്കുകൾ കൂടിയ വാചകങ്ങളോ, വാചകങ്ങൾ കൂടിയ ആശയങ്ങളോ, ആശയങ്ങൾ കൂടിയ കഥയോ കവിതയോ പ്രബന്ധമോ ആകില്ല. ഒരു കവി കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് കവിതയാകുന്നത്. ഒരു 3-ാം കിട, 3rd റേറ്റ് കവിത പോലും യാദൃശ്ചികമായി ഉണ്ടാകില്ല എങ്കിൽ അതിസങ്കീർണങ്ങളായ അവയവങ്ങൾക്ക് രൂപം നൽകുന്ന അടിസ്ഥാന സെല്ലുകളിലെ മാർഗനിർദ്ദേശങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകുമോ? അതാണ് അള്ളാഹു പറഞ്ഞത്, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് ക്ലോണിങ്ങിന്റെ യുഗത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്, ഇല്ലേ? ഇതുവരെ മനുഷ്യനെ ക്ലോൺ ചെയ്തിട്ടില്ല. ഇനി നാളെ മനുഷ്യനെ ക്ലോൺ ചെയ്തു എന്ന് കരുതുക. അടുത്ത കൊല്ലം മനുഷ്യനെ ക്ലോൺ ചെയ്യുന്നു ഒരു ശാസ്ത്രജ്ഞൻ. അത് സൃഷ്ടിപ്പാണോ? അല്ല. എങ്ങനെയാണ് ക്ലോണിങ്? ഒരു മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. ഓരോ സെല്ലിൻ്റെയും ഉള്ളിൽ 23 ഇണകളായ ക്രോമസോമുകളുണ്ട്, മൊത്തം 46. എന്നാൽ സ്പേമും ഓവവും, ബീജവും അണ്ടവും സെല്ലുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സ്പേമിൽ 23 ക്രോമസോമുകൾ, ഓവത്തിലും 23 ക്രോമസോമുകൾ.
ഇവ കൂടിച്ചേർന്ന സൈഗോട്ടിൽ സിക്താണ്ഡത്തിൽ 46, പകുതി അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നും. ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ എന്താണ് ചെയ്യുന്നത്? ഒരു പുരുഷ ശരീരത്തിലെ ഒരു സെല്ലെടുക്കുന്നു, അതിലെ ന്യൂക്ലിയസ് പുറത്തെടുക്കുന്നു. അതിൽ 23 ഇണകളായ ക്രോമസോമുകളുണ്ട്, 46 ക്രോമസോമുകൾ. ഒരു സ്ത്രീയുടെ അണ്ടം എടുത്തിട്ട് അതിലെ ന്യൂക്ലിയസ് പുറത്ത് കളയുന്നു, ആ 23 ക്രോമസോമുകൾ പുറത്ത് കളയുന്നു. ഈ 46 ക്രോമസോമുകൾ 23 ഇണകൾ ഇതിലേക്ക് കടത്തിവിട്ടിട്ട് അത് സൈഗോട്ടാക്കി സിക്താണ്ഡമായ ഒരു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ഈ മനുഷ്യ ശരീരം, അതിലെ സെല്ല്, അതിലെ ന്യൂക്ലിയസ്, അതിലെ ക്രോമസോമുകൾ, ജീന്, സ്ത്രീയുടെ അണ്ടം, ഗർഭപാത്രം, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? ശൂന്യതയിൽ നിന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ ഒന്ന് സൃഷ്ടിച്ചതിൽ അവർ അതിനെ സംബന്ധിച്ച് പഠിച്ച് മഹത്തായ രീതിയിൽ അവരുടെ സംഭാവന മഹത്തരമായ രീതിയാണ്. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. പ്രപഞ്ചം ഇതാണ്, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ ഇതാണ് എന്നൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ചതാണോ? അല്ല. ഇവിടെ ഈ ക്ലോണിങ്ങിനെ സംബന്ധിച്ച് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയൊരു മനുഷ്യൻ്റെ ഒരു സെല്ലെങ്കിലും ലഭിക്കുമെങ്കിൽ അതിൽ നിന്നും അയാളെ പോലെയുള്ള രൂപസാദൃശ്യമുള്ള ഒരാളെ ക്ലോൺ ചെയ്യാൻ സാധിക്കുമോ എന്ന് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന് മണ്ണും ചാരവുമായി തീർന്ന് നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ലേ? സംശയം വേണ്ട, തീർച്ചയായും കഴിയും. അവിടെയാണ് സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി. അവിടെയാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത്. എന്തിനാണ് ഒരു പ്രത്യേക വേദഗ്രന്ഥവും അതിലെ നിയമങ്ങളും നാം പിൻപറ്റുന്നത്? ധർമ്മവും അധർമ്മവും, നന്മയും തിന്മയും, ശരിയും തെറ്റുമെല്ലാം ഞാനും നിങ്ങളും സ്വയം തീരുമാനിച്ച് നല്ല മനുഷ്യരായി ജീവിച്ചാൽ പോരെ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ധാർമ്മിക മൂല്യങ്ങളും നന്മ തിന്മകളും ഒന്നും കാലത്തിനനുസരിച്ചോ സമയത്തിനനുസരിച്ചോ നൂറ്റാണ്ടുകൾക്കനുസരിച്ചോ മാറില്ല. വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ ഇന്നലെയും തെറ്റായിരുന്നു, എത്ര നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാലും തെറ്റാണ്. വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ നാളെയും തെറ്റാണ്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നിലേക്ക് പോയാലും തെറ്റാണ്. വഞ്ചന ഇന്ത്യയിൽ തെറ്റാണ് എങ്കിൽ സൗദി അറേബ്യയിലും തെറ്റാണ്, അമേരിക്കയിലും തെറ്റാണ്, ഫ്രാൻസിലും തെറ്റാണ്, ജർമ്മനിയിലും തെറ്റാണില്ലേ? അതേപോലെ നന്മതിന്മകൾ വ്യക്തികളും ഭൂരിപക്ഷ അഭിപ്രായങ്ങളും ഭരണകൂടങ്ങളും തീരുമാനിക്കാൻ പോയാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. കാരണം അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ലൈംഗിക ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും അതിൽ അഭിനയിക്കുന്നതും അത് പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിയമാനുസൃതമാണ്, ഒരു തെറ്റുമില്ല. ഈ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരാൾക്ക് തോന്നും, ഞാനതിൽ അഭിനയിച്ചാൽ എന്ത് തെറ്റ്, പ്രദർശിപ്പിച്ചാൽ എന്ത് തെറ്റ്, നിർമ്മിച്ചാൽ എന്ത് തെറ്റ്? അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഒരു കുറ്റകൃത്യമല്ല. ആ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നും അതിലൊരു തെറ്റുമില്ല, അതാണ് ശരിയെന്ന് തോന്നാം. അമേരിക്കയിലും യൂറോപ്പിലും വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളും ഒരു കുറ്റകൃത്യമല്ല. നിങ്ങൾക്കറിയാമോ, ഫിലഡൽഫിയ, ന്യൂയോർക്കിലെല്ലാം സ്കൂളുകളിൽ പോലും കോണ്ടം ഡിസ്പെൻസേഴ്സ് ഉണ്ട്, പ്രഗ്നൻസി പ്രിവെന്റീവ് പിൽസിന്റെ ഡിസ്പെൻസേഴ്സ് ഉണ്ട്. അതെന്താണ്? എയർപോർട്ടിലെല്ലാം നാം കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെപ്സി എല്ലാം കിട്ടും. അതേപോലെ സ്കൂളുകളിൽ ഇതേപോലത്തെ ഡിസ്പെൻസേഴ്സ് ഉണ്ട്, കൊണ്ടിട്ട് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ കോണ്ടം കിട്ടും. ആ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ ഒരു തെറ്റും തോന്നണമെന്നില്ല, സ്വാഭാവികമല്ലേ? ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് നിയമാനുസൃതമാണ്. അവിടെ ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു തെറ്റും തോന്നണമെന്നില്ല. ഇന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് മുറവിളിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഭാരതത്തിൽ പോലും പുരുഷന് വിവാഹം കഴിക്കണം എന്നുള്ള അവകാശം, സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചുള്ള മുറവിളിയുണ്ട്. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചു കഴിഞ്ഞു. ആ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരാൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നണമെന്നില്ല. ഇന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ഒരു വാദം മുന്നോട്ട് വന്നിരിക്കുന്നത് മനുഷ്യന് പ്രകൃതിപരമായിട്ട് ജീവിക്കാം, അതുകൊണ്ട് തന്നെ ഒരു രക്തബന്ധം പോലും നോക്കാതെ ബന്ധപ്പെടാമെന്ന വാദങ്ങൾ വന്നു തുടങ്ങി. 100 വർഷങ്ങൾ കഴിഞ്ഞാൽ അതും അംഗീകരിക്കപ്പെടും, അതിലൊരു തെറ്റും തോന്നണമെന്നില്ല. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും മാറുവാന എന്ന് പറയുന്ന ലഹരി മരുന്ന് നിയമാനുസൃതമാണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരാൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നണമെന്നില്ല. ഇവിടെയാണ് ധാർമ്മിക മൂല്യങ്ങളും പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൻ്റെ കൽപ്പനകളും പിൻപറ്റേണ്ടതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ല നാം അനശ്വരങ്ങളായ നിയമങ്ങളെയും കൽപ്പനകളെയും വ്യാഖ്യാനിക്കേണ്ടത്. മനുഷ്യ സമൂഹത്തിൻ്റെ അന്ത്യത്തിലേക്കായിരിക്കും നമ്മെ ഇത് പോകുന്നത്. ഇവിടെയാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഞാൻ എന്തിന്
നമസ്കരിക്കണം. ഞാൻ എന്തിന് മസ്ജിദിൽ പോകണം? ചുറ്റുപാടുമുള്ള സംഭവ വികാസങ്ങളും അനാവശ്യമായി സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന ചിന്തകളും അതുപോലെ പ്രിയപ്പെട്ടവരുടെ മരണവും പരീക്ഷയിലെ തോൽവിയും തൊഴിൽ നഷ്ടവുമെല്ലാം നമ്മുടെ മാനസികമായി തകർക്കുന്നു. നിമിഷങ്ങൾ മതി. പല ആളുകളുമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വയറിലൊരു വേദന വന്നാൽ മതി, ഇവിടെ അമർത്തിക്കൊണ്ടിരിക്കും. അത് ട്യൂമറാണ്, ക്യാൻസറാണ്. തലയിലൊരു തലവേദന വന്ന ട്യൂമറാണ്. ഇത് പ്രായം കൂടുമ്പോൾ ആളുകൾക്ക് കൂടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ വിഷമിക്കുന്ന 99% കാര്യങ്ങളും എന്തിനാണ്? സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, യഥാർത്ഥ സംഭവങ്ങളൊന്നുമല്ല. ഇപ്പൊ തന്നെ തുടങ്ങും ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ചിന്ത. മരിക്കുന്ന ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കും. 99% ആളുകൾ ജീവിതം ദുരന്തത്തിലാക്കുന്നത് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന ചിന്തകളെ സംബന്ധിച്ചാണ്. സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തീവ്രമായ വേദനയുടെ ആഴങ്ങളിലേക്ക് പതിക്കാനും സമാധാനത്തിന്റെ തുരുത്തിൽ നിന്നും തീവ്രമായ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീഴാനും പ്രകോപനത്തിന് അടിമപ്പെട്ട് കൊലപാതകിയാകാനും കുറ്റവാളിയായി തടവറകളിലേക്ക് അടക്കപ്പെടാനും പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് അധാർമികതയിൽ മുഴുകിക്കൊണ്ട് അപമാനിതരാകാനും നിമിഷങ്ങൾ മതി. ഈ ശക്തമായ കാറ്റിൽ ആടിയുലയുന്ന പട്ടത്തെ ഒരു കൊച്ചുകുട്ടി ചരടുകൊണ്ട് നിയന്ത്രിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ചരടൊന്ന് പൊട്ടിപ്പോയാൽ പട്ടം ഏതെങ്കിലും മരത്തിന്റെ മുകളിലോ കുളത്തിലോ പോയി നശിക്കും. അതുപോലെ ചുറ്റുപാടുമുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമാകുന്ന കൊടുങ്കാറ്റിനെ, ആ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന മനസ്സിനെ നമസ്കാരമാകുന്ന ചരടുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ആത്മീയ ചരടുകൊണ്ട് നാം പുറത്ത് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും നാം ചെയ്തിട്ടുള്ള തെറ്റുകളും നമുക്ക് ഏറ്റുപറഞ്ഞുകൂടെ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോട്? നമസ്കാരത്തിൽ നാം ഏറ്റുപറയുന്നത്, നേരിട്ട് സംസാരിക്കുന്നത് ആരോടാണ്? ഏറ്റവും ശക്തനായൊരു മനഃശാസ്ത്രജ്ഞനോടില്ലേ? എല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവിനോട് നേരിട്ട് നമുക്ക് ഒരു കൊച്ചു കുട്ടി ഒരു ഉമ്മയോടും വാപ്പയോടും കളിപ്പാട്ടം ഷാഠ്യത്തോടെ ആവശ്യപ്പെടുന്നത് പോലെ അള്ളാഹുവിനോട് ഷാഠ്യത്തോടെ എനിക്കത് വേണമെന്ന് ചോദിക്കുന്ന രീതിയിൽ അള്ളാഹുമായുള്ള അടുപ്പം നമുക്കുണ്ടാകണ്ടേ? വേണ്ടേ? അവിടെയാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമെന്ന് നാം മനസ്സിലാക്കുക. ഒരാൾ ഒരിക്കൽ ചോദിച്ചു, എന്തിന്? പലരുടെ മനസ്സിലുണ്ട്, ശരീരം കൊണ്ട് ഈ കസറത്ത് നടത്തുന്നത് എന്തിനാണ്, നാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പലസ്തീനിലെ ഒരു ഹോട്ടൽ മുറിയിൽ ലിയോപോൾ എന്നൊരു ഓസ്ട്രിയൻ യഹൂദൻ താമസിച്ചിരുന്നു. ഹോട്ടൽ മുറിയിലെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ പല സമയങ്ങളിലും നമസ്കരിക്കുന്നത് കണ്ടു. ലിയോപോൾ ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിന് തോന്നി, എന്തിനാണ് ഈ സർക്കസ്, മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞാൽ പോരെ. ഒരു ദിവസം ആ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സർക്കസ് കാണിക്കുന്നത്, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന്. ആ വൃദ്ധൻ ലിയോപോളിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു മനസ്സ് മാത്രമേ നൽകിയിട്ടുള്ളൂവെങ്കിൽ മനസ്സുകൊണ്ട് നന്ദി പറയുക. മനസ്സും ശരീരവും നൽകിയ അള്ളാഹുവിനോട് ഞങ്ങൾ മുസ്ലിങ്ങൾ മനസ്സും ശരീരവും ഏകാഗ്രതയോടെ നിർത്തിക്കൊണ്ട് നന്ദി പറയുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈകെട്ടുമ്പോൾ അവൻ്റെ എല്ലാ ശക്തിയും ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകങ്ങളുടെ നാഥനായ അള്ളാഹു എന്ന് ഞങ്ങൾ ആവർത്തിക്കുമ്പോൾ അവൻ്റെ എല്ലാ മഹത്വവും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഞങ്ങളെ തന്നെ ഞങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ദൈവിക സഹായം തേടുകയുള്ളൂ എന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിതരാക്കാൻ ഞങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സുജൂദിൽ ഞങ്ങളുടെ നെറ്റിത്തടം മുട്ടിക്കുമ്പോൾ ഭരണാധികാരിയാണെങ്കിലും ഭരണീയരാണെങ്കിലും ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ശക്തനാണെങ്കിലും ദുർബലനാണെങ്കിലും പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൻ്റെ മുൻപിൽ ഒരു മണൽ തരികളേക്കാൾ നിസ്സാരന്മാരാണ് ഞങ്ങളെന്ന് ഞങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം ഞങ്ങൾ മുൻപ് കണ്ടിട്ടില്ലാത്ത, മുൻ പരിചയമില്ലാത്ത ലോകത്തിൻ്റെ വിദൂര കോണുകളിലുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൽ നിന്നുള്ള നന്മയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വാക്കുകൾ ലിയോപോളിന്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറി അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചു. അദ്ദേഹമാണ് റോഡ് ടു മക്ക എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയ മുഹമ്മദ് അസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ 5 നേരം പുഴയിൽ പോയി കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകില്ല എന്ന്. അതുപോലെ 5 നേരം ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് നമസ്കരിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക്
ഒരു ആത്മീയമായ അഴുക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകില്ല. സുബഹിയും ലൊഹറിനും ഇടക്ക്, ലൊഹറിനും അസറിനും ഇടക്ക്, അസറിനും മഗ്രിബിനും ഇടക്ക്, മഗ്രിബിനും ഇശയ്ക്കും ഇടക്ക് നിങ്ങളൊരു സ്വയം ഒരു അവലോകനം ചെയ്യുക. എന്ത് തെറ്റുകളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തത്? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശാസ്ത്രം വളർന്ന് ലോകം തന്നെ ഒരു അയൽപ്പക്കമായി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലോകം ഒരു മൊബൈൽ ഫോണിൻ്റെ മുൻപിൽ നാം ഹോമിക്കുകയല്ലേ? ഇന്ന് വഴി ചോദിക്കാൻ പോലും ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. ഗൂഗിൾ മാപ്പ് ഉണ്ട്. സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് നെറ്റിലൂടെ പർച്ചേസ് ചെയ്യാം. മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് അവസാനിച്ചില്ലേ? ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് 5 നേരം മസ്ജിദിൽ പോയി നമസ്കരിക്കണമെന്ന് അവൻ്റെ ദൂതനിലൂടെ കൽപ്പിച്ചത്. മസ്ജിദിൽ പോകുമ്പോൾ ആളുകളുമായി ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നു, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നാം പരസ്പരം പങ്കുവെക്കുന്നു. വെള്ളിയാഴ്ച കുറേ കൂടി ആളുകളുമായിട്ട് നാം ബന്ധപ്പെടുന്നു, ഇല്ലേ? ഇവിടെയാണ് മസ്ജിദിൽ പോകുന്നതിൻ്റെ പ്രസക്തിയിൽ പ്രാധാന്യത്തിലുമൊന്ന്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം സ്രഷ്ടാവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മണ്ണും ചാരവുമായി തീർന്നവൻ നമ്മെ വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ കൽപ്പനകൾ പിൻപറ്റണമെന്നത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നന്മയും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അത് തുടക്കം കുറിക്കേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ വീടുകളിൽ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, സുഹൃത്തുക്കളോട് എത്ര മനോഹരമായി ചിരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും മോശമായി, ഞാൻ എല്ലാവരെയും സംബന്ധിച്ചല്ല പറയുന്നത്, സംസാരിക്കുന്നത് ആരോട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പെറ്റ ഉമ്മയോടും ജന്മം നൽകി ഉപ്പയോടുമല്ലേ? ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ എനിക്കൊരു അനുഭവത്തെ സംബന്ധിച്ച് ഒരാൾ എഴുതിയത് കണ്ടു. പലരും കേട്ട് കാണും. തനിക്കൊരു മോട്ടോർ ബൈക്ക് വേണമെന്ന് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തൻ്റെ പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒട്ടനവധി സാമ്പത്തിക പരാധീനതകളുള്ള പിതാവ് ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു മാറ്റിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ക്ഷമ നശിച്ച ആ മകൻ അച്ഛനോട് അലറി. മോട്ടോർ ബൈക്ക് വാങ്ങിത്തരാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത അച്ഛന് മകനെ എഞ്ചിനീയറാക്കാൻ സ്വപ്നം കാണാൻ യാതൊരു അർഹതയുമില്ല. ഞാൻ പഠിപ്പ് നിർത്തി വീട് വിടുകയാണ്. അങ്ങനെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനിടയ്ക്ക് അച്ഛൻ്റെ പേഴ്സ് മോഷ്ടിച്ചിട്ടാണ് മകൻ പോയത്. ബസ് സ്റ്റോപ്പിലേക്ക് നാട് വിടാൻ നടക്കുന്നതിനിടയ്ക്ക് പാദങ്ങൾക്ക് കീഴെ നനവ് അനുഭവപ്പെട്ടു. കാലുകളിലേക്ക് നോക്കിയപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. തൻ്റെ ഷൂസ് ധരിക്കുന്നതിന് പകരം അച്ഛൻ്റെ ഷൂസും ധരിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അച്ഛൻ്റെ പഴയ പിന്നിയ ദോരം വീണ ഷൂസുകൾ കടിയിൽ മഴ വീണ നനഞ്ഞ റോട്ടിലൂടെ നടന്നപ്പോൾ നനവ് അനുഭവപ്പെട്ടതാണ്. അതാണ് കാലുകൾ നനയാൻ കാരണം. കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾ നല്ലൊരു ഷൂസ് വാങ്ങിക്കൂടെ എന്ന് അമ്മ അച്ഛനോട് ചോദിച്ചതും 6 മാസത്തോളം ഇനിയും ഈ ഷൂസ് ധരിക്കാമെന്ന് അച്ഛൻ അമ്മയോട് മറുപടി പറഞ്ഞതും ഈ മകൻ ഓർത്തു. അച്ഛൻ പഴയ പിന്നിയ ദൂരമുള്ള ഷൂസുകൾ ധരിക്കുമ്പോഴാണ് ഓരോ വർഷവും പുതിയ ഡിസൈനർ ഷൂസുകൾ താൻ ആവശ്യപ്പെട്ടതെന്ന് ഓർത്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അച്ഛനെക്കുറിച്ച് ഓർത്ത മകൻ്റെ മനസ്സൊന്ന് തേങ്ങി. ഏതായാലും നാടുവിടാൻ തീരുമാനിച്ചതല്ലേ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് കാത്തു നിൽക്കുമ്പോൾ അച്ഛൻ്റെ പേഴ്സിൽ എത്ര പണമുണ്ടെന്നറിയാൻ പേഴ്സ് എടുത്തു കയ്യിൽ പിടിച്ചു. നല്ല കനമുള്ള പേഴ്സ്. തുറന്നു നോക്കിയപ്പോൾ അധികം പൈസയൊന്നുമില്ല. കുറെ കടലാസുകൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിലൊരു കടലാസ് എടുത്തു. മാസങ്ങൾക്ക് മുൻപ് തനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് 40,000 രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിൻ്റെ ഗഡുക്കൾ വീഴ്ച വരുത്തിയതിനുള്ള ഒരു താക്കീതായിരുന്നു അത്. വാർണിംഗ് ലെറ്റർ ബാങ്കിൽ നിന്നും. അത് കണ്ടതോടുകൂടി മകൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയാൻ തുടങ്ങി. അടുത്തൊരു എടുത്തു. അതും ഒരു വാർണിംഗ് ലെറ്റർ. അച്ഛൻ്റെ ഓഫീസ് മാനേജർ അച്ഛൻ അയച്ചതാണ്. നല്ല ഷൂസും ധരിച്ച് ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്നൊരു താക്കീത് എഴുത്ത്. അടുത്തൊരു കടലാസ് എടുത്തു. അതൊരു മോട്ടോർ ബൈക്ക് കമ്പനിയിൽ നിന്നുള്ളൊരു ഓഫർ ലെറ്റർ ആയിരുന്നു. അച്ഛൻ്റെ പഴയ സ്കൂട്ടറും അതോടൊപ്പം കുറെ പണവും നൽകിയാൽ പുതിയൊരു മോട്ടോർ ബൈക്ക് നൽകാമെന്നൊരു ഓഫർ ലെറ്റർ. അച്ഛൻ്റെ പഴയ സ്കൂട്ടർ നൽകിയിട്ടാണെങ്കിലും തനിക്കൊരു മോട്ടോർ ബൈക്ക് വാങ്ങാൻ അച്ഛൻ ശ്രമിച്ചു എന്നോർത്തപ്പോൾ നിയന്ത്രണം വിട്ട് ഈ മകൻ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനുമില്ല, പഴയ സ്കൂട്ടറുമില്ല. അമ്മ പറഞ്ഞു അച്ഛൻ മോട്ടോർ ബൈക്ക് നോക്കാൻ പോയി എന്ന്. ഓഫർ ലെറ്റർ ലഭിച്ച ആ ഷോറൂമിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മകൻ പറഞ്ഞു, എനിക്ക് മോട്ടോർ ബൈക്ക് വേണ്ട,
ചില സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛനെ മനസ്സിലാക്കാൻ ആ മകന് സാധിച്ചു. എന്നാൽ അച്ഛനമ്മമാരെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ പരാധീനതകളെയും മനസ്സിലാക്കാത്തവരല്ലേ ഭൂരിപക്ഷം മക്കളും. അച്ഛൻ പഴയ നിറം മങ്ങിയ തുന്നൽ വിട്ട വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ഡിസൈനർ വസ്ത്രങ്ങൾ ഓരോ വർഷവും ആവശ്യപ്പെടുന്ന, അച്ഛൻ പഴയ പിന്നിയ ചെരുപ്പ് ധരിക്കുമ്പോഴും പുതിയ ഡിസൈനർ ഷൂസുകൾ ആവശ്യപ്പെടുന്ന, അച്ഛൻ പഴയ നോക്കിയ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുതിയ ഐഫോണും ഗാലക്സിയും ആവശ്യപ്പെടുന്ന മക്കളല്ലേ നമുക്ക് ചുറ്റും. MRI സ്കാനും ശസ്ത്രക്രിയയും മാറ്റിവെച്ചുകൊണ്ട് മക്കളുടെ ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന എത്ര അച്ഛനമ്മമാരുണ്ടെന്നറിയാമോ? നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ സംബന്ധിച്ച്. 10ൽ 6 ഹിറ്റും ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിൽ 23-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനല്ലാതെ ആരെയും ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്നിട്ട് മാതാപിതാക്കളിൽ ഒരാളോ അവരിൽ ഇരുവരുമോ വാർദ്ധക്യത്തിൽ നിങ്ങളെ സമീപിച്ചാൽ ചെയ്യെന്ന് പോലും പറയരുത്, അവരോട് കയർക്കരുത്, അവരോട് മാന്യമായി പെരുമാറണം, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്ത് വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകത? വയസ്സന്മാരായാലും അവരെ കൊണ്ട് നമുക്കൊരു ആവശ്യമില്ല. ഇപ്പോൾ പണത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ അവരെ സമീപിക്കും. വയസ്സന്മാരായാലും ഒരു ആവശ്യവുമില്ല. ഈ അടുത്ത കാലത്തല്ലേ നിങ്ങളിൽ പലരും കണ്ടു കാണും, ചാനലിലെല്ലാം ഒരു വീഡിയോ കാണിച്ചത്, വൃദ്ധയായൊരു മാതാവ്, അവർ നിയന്ത്രിക്കാൻ കഴിയാതെ മൂത്രമൊഴിച്ചു പോയതിന് മകൾ കെട്ടിയിട്ട് പൊതിരെ തല്ലണ കാഴ്ച. എന്നിട്ട് പോലീസ് കംപ്ലൈൻ്റ് എടുത്തു. ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ അപ്പോഴും അമ്മ പറഞ്ഞത് മകൾ തല്ലിയിട്ടില്ല എന്നുള്ളതാണ്. മകനാണെങ്കിലും മകളാണെങ്കിലും ഉമ്മമാരോട് മോശമായിട്ട് പെരുമാറരുത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പെൺമക്കൾക്ക് എങ്ങനെയാണ് ഉമ്മമാരോട് മോശമായിട്ട് പെരുമാറാൻ കഴിയുന്നത് എന്നോർത്തിട്ടാണ്. കാരണം അവരവരുടെ മക്കൾക്ക് ജന്മം നൽകിയപ്പോൾ പ്രസവ സമയത്തും അതിനുശേഷവും അവരനുഭവിച്ച വേദനയുണ്ടല്ലോ. സ്വന്തം മക്കൾക്ക് ജന്മം നൽകുമ്പോൾ ഇതെല്ലാം സ്വയം അനുഭവിച്ച പെൺമക്കൾക്ക് എങ്ങനെയാണ് തനിക്ക് വേണ്ടി ഇത് അനുഭവിച്ച ഉമ്മമാരോട് മോശമായി പെരുമാറാൻ കഴിയുന്നത്? നിങ്ങൾക്കറിയാം ഒരു അവയവ വലിപ്പം വന്നാലുള്ള ബുദ്ധിമുട്ട്. ഈ ഗർഭപാത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാ അവയവങ്ങളെയും പിടിച്ചത് ഞെരുക്കും, ഞരമ്പുകളൊക്കെ അവിടെ ഞെരുങ്ങും. അതാണ് കാലുകളിൽ ഇവർക്ക് ഗർഭകാലത്ത് ഷൂട്ടിംഗ് പെയിൻ അടിയിലിട്ട് ഇറങ്ങി വരും. ശക്തമായ മുതുകുവേദന, ബ്ലഡ് പ്രഷർ കൂടും, അസഹ്യമായ തലവേദന, ലിവറും ഹാർട്ടും ലങ്സും എല്ലാം കൂടുതൽ പ്രവർത്തിക്കണം. എത്രയോ ദിവസങ്ങൾ അവർ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അവസാനം പ്രസവ സമയം സാധാരണ ഒരു മനുഷ്യന് സഹിക്കാൻ സാധിക്കുന്നൊരു വേദനയുടെ അളവുണ്ട്, അതിനേക്കാൾ എത്രയോ കൂടുതലാണെന്നറിയാമോ പ്രസവ സമയത്ത് ഉമ്മമാർ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള വേദന. ഇനി പ്രസവിച്ച് കഴിഞ്ഞാലോ ആ കുഞ്ഞിനടുത്ത് കൊണ്ടുപോയി കിടത്തും. ഞാനൊന്ന് ചെരിഞ്ഞു പോയാൽ ആ കുഞ്ഞിൻ്റെ മുഖത്തെൻ്റെ ശരീരം അമർന്ന് ശ്വാസം മുട്ടി മരിക്കുമോ എന്ന് കരുതി എത്രയോ രാത്രികൾ ആ പാവുമ്മ ഉറങ്ങാതെ കിടന്ന് കാണുമല്ലേ, എത്രയോ നാളുകൾ. അതുപോലെ തന്നെ കുഞ്ഞ് കരയുമ്പോൾ എത്ര നേരം രാത്രി ഉറങ്ങാതെ അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഉമ്മമാരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. എന്നാൽ സ്വന്തം പെൺകുട്ടികൾക്ക് വേണ്ടിയത് സ്വന്തം മക്കൾക്ക് ജന്മം നൽകുമ്പോൾ ഇത് അനുഭവിച്ച പെൺമക്കൾക്ക് എങ്ങനെയാണ് ഉമ്മമാരോട് മോശമായിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? അവർ സ്വയം അനുഭവിച്ചതല്ലേ. തന്നെ ഗർഭം ധരിച്ചതിനും നൊന്ത് പ്രസവിച്ചതിനും വിസർജിച്ചപ്പോൾ വൃത്തിയാക്കിയതിനും രോഗം വന്നപ്പോൾ ഒരുപോലെ കണ്ണടക്കാതെ പരിചരിച്ചതിനും കുളിച്ചതിനും കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചതിനും ചോറ് ഉരുളയാക്കി വായി നൽകിയതിനും കരഞ്ഞുകൊണ്ടുവന്നപ്പോൾ സാന്ത്വനിപ്പിച്ചതിനും മടിയിലിരുത്തി ലാളിച്ചതിനും കളിച്ചതിനും കളിപ്പിച്ചതിനും ഒപ്പത്തിനൊപ്പം നടന്നും നടത്തിച്ചും ജീവിക്കാൻ പഠിപ്പിച്ചതിനുമെല്ലാം ആ പുന്നാരുമ പ്രതിഫലം ചോദിച്ചാൽ എത്ര കോടികൾ നൽകിയാലാണ് മതിയാവുക? ജന്മം നൽകിയതിനും പോറ്റി വളർത്തിയതിനും വിദ്യാഭ്യാസം നൽകിയതിനും സംരക്ഷിച്ചതിനും ആ പുന്നാരുപ്പ പ്രതിഫലം ചോദിച്ചാൽ എത്ര കോടികൾ നൽകിയാലാണ് മതിയാവുക? കഴിഞ്ഞ ആഴ്ച എത്ര മണിക്കൂറുകൾ നിങ്ങൾ വാട്സാപ്പിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? എത്ര മണിക്കൂറുകൾ ഫേസ്ബുക്കിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? എത്ര മണിക്കൂറുകൾ യൂട്യൂബിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഉമ്മയോട് സംസാരിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം വാപ്പയോട് സംസാരിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളും ജീവിതത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പ്രസരിപ്പിക്കാൻ കഴിയണമെങ്കിൽ അത് കുടുംബത്തിൽ നിന്നും ആരംഭിക്കണം. സ്വന്തം ഉമ്മയോടും വാപ്പയോടും
ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് അതിലൂടെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.